ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 11 തോൽവികൾ ക്ലബിന് ഈ സീസണിൽ വഴങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ വഴങ്ങേണ്ടി വന്ന സീസണുകളിൽ ഒന്നായിക്കൊണ്ട് ഇത് മാറിയിട്ടുണ്ട്. ഇന്നലെ നടന്ന അവസാന ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയിട്ടുണ്ട്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു മുംബൈ സിറ്റിയെ ക്ലബ്ബ് പരാജയപ്പെടുത്തിയത്. പെപ്ര നേടിയ ഗോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിരുന്നത്. ഈ സീസണിലെ അവസാനത്തെ ഹോം മത്സരമാണ് ക്ലബ്ബ് കളിച്ചത്. പക്ഷേ ആരാധകർ പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. അതായത് വളരെ തുച്ഛമായ ആരാധകരാണ് ഈ മത്സരം കാണാൻ വേണ്ടി കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ 3567 ആരാധകരാണ് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം രണ്ടാമത്തെ അറ്റൻഡൻസ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഇത്രയും മോശമായ രീതിയിലേക്ക് ഒരു തവണ മാത്രമാണ് ക്ലബ്ബ് മാറിയിട്ടുള്ളത്. 11 വർഷക്കാലത്തെ ഒരു ചരിത്രത്തിനിടയിൽ ഏറ്റവും മോശമായി കൊണ്ട് ആരാധക പിന്തുണ ലഭിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. 2018 ഒരു ബോയ്ക്കോട്ടൊക്കെ നടന്നിരുന്നു. ആ സമയത്ത് പോലും 8451 ആരാധകർ എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത സീസണിലാണ് ക്ലബ്ബ് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുക. അപ്പോഴേക്കും ആരാധകരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു വലിയ ടാർഗറ്റാണ് ഇപ്പോൾ ക്ലബിന്റെ മുന്നിലുള്ളത്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് തന്നെയാണ് ആരാധകർ മനം മടുത്തുകൊണ്ട് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് വരുന്നത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം.